നമ്മുടെ ലൈഫിൽ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് നമ്മളെ കൺട്രോൾ ചെയ്ത് അത് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് സങ്കടം വരും. നമ്മൾ വിചാരിക്കും എപ്പോഴാണ് നമുക്കായിട്ടൊരു ദിവസം വരിക, വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല എന്ന്. ഫ്രണ്ട്സ്, നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കും? ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ പവർഫുള്ളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ നെവർ ഗീവ് അപ്പ് അറ്റ് എനി സിറ്റുവേഷൻസ്. സോ ഒരു വാരിയർക്ക് ആദ്യം വേണ്ടത് ഒരു സോളിഡ് റോക്ക് മൈൻഡ് സെറ്റാണ്. ബട്ട് നിങ്ങളിലെ പൊട്ടൻഷ്യലിനെ പുറത്തു കൊണ്ടുവരാൻ അനുവദിക്കാത്തത് നിങ്ങൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു 7 ടൈനി ഹാബിറ്റ്സ് ആണ്. ഈ ഹാബിറ്റ്സിനെ നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആകും, നിങ്ങൾക്ക് റെസ്പെക്റ്റ് ലഭിക്കും, കോൺഫിഡൻസ് നിങ്ങളിൽ വരും, ഫോക്കസ് ഇമ്പ്രൂവ് ആകും, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആകും ആൻഡ് ലൈഫ് ഗ്രോത്ത് മോഡിലേക്ക് പോകും. സോ നിങ്ങൾ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട 7 ഹാബിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാബിറ്റ് നമ്പർ 1, വെയിറ്റിംഗ് ഫോർ പെർഫെക്ഷൻ. ഇന്ന് വയ്യ, നാളെ ചെയ്യാം. നാളെ എന്നതിൻ്റെ മറ്റൊരു മീനിങ് ആണ് ഫെയിലിയർ. നിങ്ങൾ നല്ല നേരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ നിങ്ങളിലേക്ക് വരില്ല. നിങ്ങൾ എന്ത് കാര്യമാണോ നാളത്തേക്ക് മാറ്റിവെക്കുന്നത് അതിലാണ് നിങ്ങളുടെ ഗ്രോത്ത് ഉള്ളത്. നിങ്ങളുടെ മോട്ടിവേഷൻ, ഡിസിപ്ലിൻ, ഗ്രോത്ത്, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഇതെല്ലാം നിങ്ങളെടുക്കുന്ന ഡിസിഷൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി എനിക്കായിട്ട് നല്ലൊരു അവസരം ലഭിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അപ്പോൾ ഇത് മനസ്സിലാക്കുക, എന്താണോ നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ളത്, എന്താണോ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റിവെക്കുന്നത് അതിലാണ് നിങ്ങൾക്കായിട്ടുള്ള അവസരമുള്ളത്. പെർഫെക്ഷൻ ഒരു മായയാണ്. അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒന്നും ലൈഫിൽ ചെയ്യാൻ സാധിക്കില്ല. സോ ഡു ഇറ്റ് നൗ. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫ് മാറുകയുള്ളൂ, പെർഫെക്റ്റ് ടൈം നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. സോ 2 minutes റൂൾ വെച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മൊമെൻറ്റം ലഭിക്കും. മൊമെൻറ്റം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഗ്രോത്ത് മോഡിലേക്ക് പോകും. റിമെമ്പർ, ടുമാറോ എന്നുള്ളത് ലൂസേഴ്സിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. സോ സ്റ്റാർട്ട് നൗ. ഹാബിറ്റ് നമ്പർ 2, ഓവർ തിങ്ക് വിത്തൗട്ട് ഡൂയിങ്. എന്തൊക്കെ ചെയ്യണമെന്നുള്ള പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, ബട്ട് ഒന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, എന്നാൽ ആക്ഷനിൽ നിങ്ങൾ 0 ആയിരിക്കും. എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ഇത് ചെയ്താൽ റെഡി ആയിരിക്കുമോ, എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം, ഇങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പെർഫെക്ഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. സോ ഓവർ പ്ലാൻ ചെയ്യുന്നത് നിർത്തുക, കളത്തിലേക്ക് ഇറങ്ങുക, തെറ്റോ ശരിയോ ചെയ്തു നോക്കുക. നിങ്ങൾ ഒരു കാര്യം ട്രൈ ചെയ്ത് തോൽക്കുന്നത് ഒന്നും ചെയ്യാതെ തോൽക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ്. 100ാമത്തെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചേ പറ്റൂ. സോ 70% ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രോഗ്രസ് വരുംതോറും നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റിയും ലഭിക്കും. ഹാബിറ്റ് നമ്പർ 3, അവോയ്ഡ് ഡിഫിക്കൽട്ടി. നിങ്ങൾ എപ്പോഴും ഡിഫിക്കൽട്ടിയെ അവോയ്ഡ് ചെയ്യുന്ന ഒരാളാണ്. പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉടനെ മൊബൈൽ എടുക്കുക, വർക്ക് ചെയ്യുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഉടനെ കൊളീഗ്സിനോട് സംസാരിക്കുക. ഇത്തരത്തിൽ ഡിഫിക്കൽട്ടിയെ അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. സോ ഇന്നുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ ഇതിനൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യും തോറും നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് കൂടുതൽ ഹാർഡായും ബുദ്ധിമുട്ടേറിയതായിട്ടും മാറും. സോ ഇതിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ, എന്തിനെ പറ്റിയാണോ നിങ്ങൾ കൂടുതൽ ഭയപ്പെടുന്നത് അത് ആദ്യം ചെയ്യുക. ബുദ്ധിമുട്ടുകളെ വളരാനുള്ള ഒരു അവസരമായിട്ട് കാണുക. ഇത് നിങ്ങളുടെ ലൈഫിനെ പ്രോ ലെവലിലേക്ക് കൊണ്ടുപോകും. സോ ആക്ഷൻ പ്ലാൻ പ്ലസ് ഡീപ്പ് വർക്ക് 40 to 50 minutes. ടൈമർ വയ്ക്കുക, ബോർഡം വന്നാലും വർക്ക് ചെയ്യുക. ആ ഒരു ബോർഡം സോണിലാണ് നിങ്ങളുടെ ഫോക്കസ് മസിൽസ് ബിൽഡ് ആകുന്നത്. ഫ്രണ്ട്സിന് നിങ്ങൾക്കും അതെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറണം. നിങ്ങളിലെ ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ് ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിനെ ആ ഒരു പ്രോ ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഇതിനൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഇമ്പ്രൂവ് ആക്കണം, ഒരു വാരിയർ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഹാബിറ്റ് നമ്പർ 4, കംഫേർട്ട് സോൺ. വളരെ സുരക്ഷിതമായ ഒരു ട്രാപ്പാണ് കംഫേർട്ട് സോൺ. കംഫേർട്ട് അഡിക്ഷൻ, ബെഡ്, സ്ലീപ്പ്,
ബിരിയാണി, റീൽസ്, ഈസി ലൈഫ് ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. എന്നാൽ ഇതാണ് നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ ഇല്ലാതാക്കുന്നത്. എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കുന്നവരിൽ കോൺഫിഡൻസ് വളരില്ല, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കില്ല, ഇവർക്ക് ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉണ്ടായിരിക്കും, ബട്ട് അതൊന്നും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. സോ ഇതിനെ ഓവർകം ചെയ്യാനായി നിങ്ങൾ ദിവസവും ആക്ഷൻ എടുക്കുക. ഡെയിലി എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുക. ലൈക്ക് ഏർലി മോർണിംഗ് വേക്കപ്പ്, വർക്കൗട്ട്, 45 മിനിറ്റ്സ് ഡീപ്പ് വർക്ക് എറ്റ്സെട്ര. അൺകംഫർട്ടബിലിറ്റിയാണ് സക്സസിൻ്റെ ഡോർ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരുന്നത്. എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഗ്രോ ആകില്ല. വർഷവും നിങ്ങൾക്ക് ലഭിക്കുന്ന 5,000 ഇൻക്രിമെൻറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഭയമാണെങ്കിൽ ഇത് മതിയെന്ന് വിചാരിച്ച് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തും അവിടെ വെച്ച് നിന്ന് പോകും. കംഫർട്ട് സോൺ വളരെ മനോഹരമായ ഒരു ട്രാപ്പാണ്. അവിടെ നിങ്ങളുടെ ലൈഫ് ഈസി ആയിരിക്കും, ബട്ട് നിങ്ങൾ ഒരിക്കലും സംതൃപ്തനായിരിക്കില്ല. സോ ദിവസവും നിങ്ങൾക്ക് ഭയമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഭയത്തെ ഫേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ സ്ട്രോങ് ആവുകയുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ വരുന്നുണ്ടായിരിക്കും. ബട്ട് ഇന്ന് ഇതൊക്കെ ചെയ്ത് നാളെ നിങ്ങൾ വീണ്ടും പഴയതുപോലെ ആവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല. എപ്പോഴും ആ ഒരു ഫെയിലിയർ മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങളിൽ ഉണ്ടായിരിക്കുക. ഒരു ദിവസം മാത്രം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല. എല്ലാ ദിവസവും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഇതാണ് മാസ്റ്റർ കീ. ടാലൻ്റ് ഉള്ളവരെക്കാളും തുടർച്ചയായിട്ട് പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഈ ഒരു കംഫർട്ട് സോൺ എന്നുള്ള അഡിക്ഷൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഹാബിറ്റ് നമ്പർ 5, ഇഗ്നോറിങ് ഹെൽത്ത്. ഹെൽത്ത് അല്ലേ ഇനി നോക്കാലോ, ജിമ്മൊക്കെ എക്സ്പെൻസീവാണ്, ജീവിക്കുമ്പോൾ എല്ലാം ആസ്വദിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ഹെൽത്തിനെ തന്നെ നിങ്ങൾ ഡേർട്ടിയാക്കി മാറ്റുന്നു. നിങ്ങൾ സമ്പാദിക്കുന്ന കാശൊക്കെ അവസാനം ഹോസ്പിറ്റലിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സമ്പാദിക്കുന്നത്? നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. സോ അത് ഹെൽത്തിയാക്കി വയ്ക്കുക. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ അവരെന്തായിരിക്കും നമ്മളോട് കൂടുതലായിട്ടും ചോദിക്കുക? നിനക്ക് സുഖമല്ലേ, വീട്ടിലെല്ലാവരും ഓക്കെ അല്ലേ എന്നായിരിക്കും, അല്ലേ? സോ നല്ല ഹെൽത്ത് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സ്, റിമെമ്പർ, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങളെ ആര് സഹായിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഹെൽത്ത് നല്ലതാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം, വീണ്ടും റീക്രിയേറ്റ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിൽ മാത്രമേ ഒരു ഹെൽത്തി ആയിട്ടുള്ള മൈൻഡും ഉണ്ടായിരിക്കുള്ളൂ. സോ നിങ്ങളുടെ ഹെൽത്താണ് മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ്. ഹാബിറ്റ് നമ്പർ 6, മോർണിംഗ് ഫോൺ ടച്ച്. ഇതൊരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, ബട്ട് ഇതാണ് നിങ്ങളുടെ ഒരു ഡേ മൊത്തം സ്പോയിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഹാബിറ്റ്. അലാം അടിച്ചാൽ അപ്പോൾ ഫോൺ കയ്യിലെടുക്കും, പിന്നെ വാട്സപ്പ്, റീൽസ്, ഷോർട്സ് എന്നിങ്ങനെ കണ്ട് ബ്രെയിനിലേക്ക് ഈസി ഡോപ്പാമിൻ നൽകും. അതിനുശേഷം ബുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം വരും, വർക്ക് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ബോറടിക്കാൻ തുടങ്ങും. ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളുടെ ബ്രെയിനിനെ ലേസിയാക്കി മാറ്റുന്നു. സോ നിങ്ങൾ എണീറ്റ ആദ്യത്തെ 1 മണിക്കൂർ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഈ ഒരു മണിക്കൂറാണ് നിങ്ങളുടെ ആ ഒരു ദിവസത്തെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സോ രാവിലെ തന്നെ ഈ ഒരു ചെറിയ വിക്ടറി നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഹാബിറ്റ് നമ്പർ 7, ബിഗ് ടോക്ക് സ്മോൾ വർക്ക്. വലിയ വർത്താനവും എന്നാൽ ചെറിയ പ്രവൃത്തിയും. ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നു, IAS ആകാൻ പോകുന്നു, ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ നിങ്ങൾ കുറേ പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾ സ്റ്റോറി ഇടുന്നുണ്ടായിരിക്കും, സ്റ്റാറ്റസ് ഇടുന്നുണ്ടായിരിക്കും, എന്നാൽ എക്സിക്യൂഷൻ മാത്രം നടക്കുന്നുണ്ടായിരിക്കില്ല. അനൗൺസ്മെൻറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് ഡോപ്പമിൻ, ബട്ട് റിസൾട്ട് ഈസ് റിയൽ റെസ്പെക്റ്റ്. സോ നിങ്ങളുടെ ഗോസ്റ്റ് മോഡ് ഓൺ ആക്കുക, സൈലൻ്റ് ആയിരിക്കുക, പുറമേ ഒന്നും പറയാതിരിക്കുക, ക്വയറ്റ്ലി ഗ്രൈൻഡ്. നിങ്ങളുടെ റിസൾട്ട് ആയിരിക്കണം സംസാരിക്കേണ്ടത്. നല്ല സ്കിൽസ് പഠിക്കുക, നിങ്ങളുടെ ഗോൾസിനെ നിങ്ങൾ കാണുന്ന രീതിയിൽ വീട്ടിലൊട്ടിച്ച് വയ്ക്കുക, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ ബ്രെയിനിനെ ഒരു കുപ്പത്തൊട്ടിയാക്കാതിരിക്കുക. സിനിമ, പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ്, കോൺട്രവേഴ്സീസ് ഇതിനെല്ലാം അവോയ്ഡ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനിൻ്റെ എനർജിയെ ഡ്രെയിൻ ചെയ്ത് നിങ്ങളെ വീക്കാക്കും. സോ നിങ്ങളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നിങ്ങൾ കൺസ്യൂം ചെയ്യുക. നിങ്ങളുടെ ബ്രെയിനിനെ ക്ലീൻ ആക്കി വയ്ക്കുക. നിങ്ങളിൽ ടാലൻ്റ് ഇല്ലാത്ത പ്രശ്നമല്ല, ഇവിടെ പ്രോബ്ലം ഹാബിറ്റ്സ് ആണ്. ഹാബിറ്റ്സിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫും ചേഞ്ച് ആകും. ലാസ്റ്റ്, ഈ 7 ഹാബിറ്റ്സിനെ ഓവർകം ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള റൂൾ എന്താണെന്നാൽ എല്ലാം ഒരുമിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുക. 1 ഹാബിറ്റ് അറ്റ് എ ടൈം. ഒരു ഹാബിറ്റ് സെലക്ട് ചെയ്ത് ഒരാഴ്ച നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. ശേഷം അടുത്ത ആഴ്ച മറ്റൊരു ഹാബിറ്റ് സെലക്ട് ചെയ്യുക.
അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സ്മോൾ വിൻസ് ആണ് വലിയ മാറ്റങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. പണമുള്ളവർക്ക് ലൈഫിലൊന്നും അച്ചീവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. എന്നാൽ നമ്മളെപ്പോലെയുള്ള മിഡിൽ ക്ലാസ് പീപ്പിൾസിന് നമ്മൾ മുൻകൈ എടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.